പയ്യന്നൂരിൽ ലഹരിക്കെതിരെ വാക്കത്തോൺ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ ലഹരിക്കെതിരെ വാക്കത്തോൺ സംഘടിപ്പിച്ചു. പയ്യന്നൂർ പോലീസ് സബ് ഡിവിഷന്റെയും പയ്യന്നൂർ പൗരാവലിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പെരുമ്പ ലത്തീഫിയ സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച വാക്കത്തോൺ പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ സമാപിച്ചു. പോലീസ് സേനയോടൊപ്പം വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും രാഷ്ട്രീയ കലാ സാംസ്കാരിക വ്യാപാര രംഗത്തെ നിരവധി പ്രമുഖരും വിവിധ കാരുണ്യ സംഘടനാ ഭാരവാഹികളും വാക്കത്തോണിൽ അണിനിരന്നു. പയ്യന്നൂരിലെ ചിത്രകാര കൂട്ടായ്മ ക്യാൻവാസ് പ്രവർത്തകർ നിരവധി ലഹരിവിരുദ്ധ പോസ്റ്ററുകൾ ഒരുക്കിയാണ് വാക്കത്തോണിനെ ടൗൺ സ്ക്വയറിലേക്ക് വരവേറ്റത്. അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് NR ജയരാജ് സ്വാഗതവും നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി അധ്യക്ഷതയും വഹിച്ച സമാപന പരിപാടി പി കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരായി കുറെ കാലമായി വലിയ നിലയിലുള്ള ക്യാമ്പയിനുകളും അതോടൊപ്പം തന്നെ അധികാരികളുടെ ഭാഗത്ത് നിന്നുള്ള നടപടികൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും അത് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ അനുഭവം. നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്തായി ലഹരി വ്യാപനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വ്യക്തിയെ നശിപ്പിക്കുന്നു എന്നത് മാത്രമല്ല,
അവരുടെ കുടുംബത്തെ തകർക്കുന്നു, സമൂഹത്തിന് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിലയിലേക്ക് പലപ്പോഴും അത് മാറി വരുന്നു എന്നതും നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ്. മരണത്തിലേക്ക് സ്വയം തലവെച്ചു കൊടുക്കുന്ന ഒരു സമീപനമാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ചെറിയ കുട്ടികളെ പോലും കലാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനടിമകളാക്കാൻ ശ്രമിക്കുന്നു എന്നതും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവരെ കാരിയർമാരായി സമൂഹത്തിൽ ഈ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതും നമ്മുടെ മുമ്പിലുള്ളതാണ്. ഇതിനെല്ലാം എതിരായിട്ടുള്ള ക്യാമ്പയിനാണ് കേരളത്തിലെ മാറി മാറി വരുന്ന ഗവൺമെന്റുകളുടെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ പോലീസിന്റെയും എക്സൈസ് വകുപ്പിന്റെയും നേതൃത്വത്തിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ലഹരി കഴിപ്പെട്ടവരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വിമുക്തി പ്രസ്ഥാനം നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും അത് എത്രത്തോളം ഫലപ്രദമാണ് എന്നത് നാം പരിശോധിക്കേണ്ടതാണ്. ഇന്നലെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞത്, ഈ വിമുക്തി ഉള്ള ആശുപത്രികളിൽ അതിനാവശ്യമായ ഡോക്ടർമാരില്ല എന്നതാണ്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതിനൊരു സൈക്കാട്രി ഡോക്ടർ ആവശ്യമാണ്. അത് പയ്യന്നൂരിൽ കുറെ കാലമായി നിലവിലില്ല. പലയിടത്തും അത് തന്നെയാണ് അവസ്ഥ. സ്വകാര്യ സ്ഥാപനങ്ങൾ ഈ ചികിത്സ നടത്തുന്നുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ചത്, അത്തരം സ്ഥാപനങ്ങളിൽ ഒരു മാസത്തേക്ക് 40,000 രൂപയും 50,000 രൂപയും ഒക്കെ കൊടുക്കേണ്ടി വരുന്നു. ഇത് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി പല കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളവും നിലവിലില്ല എന്നതാണ് അവസ്ഥ. അതുകൊണ്ട് ഇതിനടിപ്പെട്ടവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഫലപ്രദമായ നടപടികൾ ഉണ്ടാകണം. അതോടൊപ്പം ഈ മേഖലയിലേക്ക് കടന്നു പോകുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടികൾ സ്വീകരിക്കുക എന്നതും ഇതിന്റെ വ്യാപനം തടയാൻ അത്യാവശ്യമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. തിരക്കഥാകൃത്ത് ബാഹുൽ രമേശ്, സിനിമാ താരം സിനി അബ്രഹാം, പയ്യന്നൂർ പോലീസ് ഇൻസ്പെക്ടർ സി ബിനു, നഗരസഭാ കൗൺസിലർമാരായ ശ്രീജ, വി കെ പി ഇസ്മായിൽ, ദിനൂബ്, എക്സൈസ് ഇൻസ്പെക്ടർ എൻ വൈശാഖ്, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജ്യോതി, പയ്യന്നൂർ AEO MA അബ്ദുൾ ബഷീർ, ഫയർ സ്റ്റേഷൻ ഓഫീസർ CP രാജേഷ് തുടങ്ങിയ നിരവധി പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ സംബന്ധിച്ചു. ലഹരിക്കെതിരെയുള്ള പരാതികളും അറിയിപ്പുകളും അധികൃതരെ അറിയിക്കാൻ പിലാത്ര ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്കൂളിൽ സ്ഥാപിക്കുന്ന പരാതിപ്പെട്ടിയുടെ കൈമാറ്റവും വേദിയിൽ വെച്ചു നടന്നു. പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിലെ വിജയികളായ M ഷംസുദ്ദീൻ ഉളവറ, ദേവാനന്ദ് M കോറോം, ആദിൽ UM കോരംപീടിക, റീൽസ് നിർമ്മാണ മത്സരത്തിലെ വിജയികളായ ശ്രീകാന്ത് പാണപ്പുഴ മേടിയ, ലബീബ് നൌഷാദ്, വിദ്യ ബാബു, പോസ്റ്റർ രചനാ മത്സരത്തിലെ വിജയികളായ ശിവദ K, ശ്രീലക്ഷ്മി M, അശ്വത്ത്, അജയ്, അക്ഷിദ്, ഷിനോജ് എന്നിവരെ വേദിയിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. ഞാൻ ഒരിക്കലും മയക്കുമരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ
ഉപയോഗിക്കുകയില്ലെന്നും അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവ നിരുത്സാഹപ്പെടുത്തുമെന്നും പരിപാടിക്ക് പയ്യന്നൂർ ഡിവൈഎസ്പി PL ഷൈജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. IC Moon Ice Cream, a Janata Charitable Society product.